കാണാനേ വഴിയില്ല. ഞാനങ്ങനെ ആരും ഉപദ്രവിക്കാറില്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയാൽ ഇതായിരിക്കും കഥ. ഞാൻ ഒരു തമാശ പറഞ്ഞാണോ? ഇതാണ് ഈ ആദിവാസികൾക്ക് തമാശ പറഞ്ഞാണോ കുഴപ്പം. ഒരുത്തരും ഒരു ഹൊറർ സെൻസ് ഇല്ല. അണ്ണാ ഇവ ഒരു സാധാരണക്കാരനല്ല. എന്നെ രക്ഷിക്കടാ. குரங்கு குரங்கு மனித குரங்கு. മിഴിച്ച് നിൽക്കാതെ എനിക്കെന്താടാ ഒരു കുന്തം? ഇവരെല്ലാരും കൂടെ ഈശ്വര എന്നെ അടിച്ചു വിടറാ പട്ടി. എന്നെ കെട്ടിയിട്ടിരിക്കുന്ന എന്നെ സുഗുണം വച്ച അറിഞ്ഞാണ്ടല്ല. എന്റെ ആഗോളവൽക്കരണത്തിന് തടയിട്ടാൽ അവനെ പീസ് പീസാക്കി ഞാൻ പട്ടക്കിട്ട് കൊടുക്കും. പട്ടി അത് തിന്നില്ല. എന്റെ മച്ചാൻ വരും. மச்சான் பேரு மதுரை, நீ நின்னு பாரு எதிரே, நாரக கட்டி பறந்து வரும் ரெண்டு காலு குதிரை. എന്റെ മുതുക അയ്യാ, ഇതെന്ത് പറ്റിയത്? സാധാരണ പറക്കണതാണല്ലേ. ട്രെയിനിൽ കയറി എസ്കേപ്പ് ആവാന്ന് വിചാരിച്ചു അല്ലടാ. ഇന്ന് ജയന്തി ജനത 2 മണിക്കൂർ ലേറ്റാ. എൻ്റെ പൈസ തന്നെ നിന്നെ ഞാൻ വിടുള്ളൂ. ജപ്പാൻ വല പോയെങ്കിൽ പോട്ടറാ. എൻ്റെ ഉണ്ടറാ പുതിയ ജപ്പാൻ തോക്ക്. എൻ്റെ ഉണ്ടറാ നല്ല കിടുകിളൻ തോക്ക്. ദാ പിടിച്ചോ. ഉണ്ടല്ല എന്തേലും എന്താ സർക്കസോ? കൊള്ളാലോ. ജപ്പാൻ പോലും പാർത്താസിന്നാ കീറൂല. ഛർദിച്ച് കോളാക്കി. പപ്പി ചെയ്യും കളിയാക്കല്ലേ കളിയാക്കല്ലേ. മർമാണിയോ? കൊള്ളാലോ. എന്താ കൊരള ഇന്നാ പിടിച്ചോ. പോടാ. ദാ വരുന്നു ജയന്തി ജനത. ഇവനെ അതിലിട്ട് കൊല്ലാം. ഇനി വാടാ, ഇനി വാടാ. ഓപ്പറേഷൻ കഴിഞ്ഞുള്ളൂ. ഞാൻ കൊല്ലും. ഓപ്പറേഷൻ കഴിഞ്ഞുള്ളൂ. വലിക്കല്ലേ. ഇനി വാടാ.
ഇതാണ് ജയന്തി ജനത എക്സ്പ്രസ്, നിന്റെ മരണ വണ്ടി. ഇത് കയറി പീസ് ആവും. പിടിച്ചോടാ. കണ്ടോ വരുന്നത്? അവസാന പ്രാർത്ഥന പ്രാർത്ഥിച്ചോ? അത് നിന്റെ മരണ വണ്ടിയാണ്. ചെല്ലാം, ഞാൻ എത്തി. പുതിയ ഡ്രസ് എങ്ങനെയുണ്ട്? ചെല്ലപ്പന്റെ കടയെന്നാ. ഈ കത്തി വേഷം ധരിച്ചോണ്ട് വന്നാൽ ഞാൻ തന്നെ തിരിച്ചറിയില്ലെന്ന് കരുതിയോടാ മണ്ടൻ സുഗുണ. എണീക്കടാ. പിടിവിട്രാ. കൊടുക്കടി, കുറുക്കി തന്നെ കൊടുക്ക്. കൊടു സുഷമ. അയ്യോ പാവം, എന്റെ ആഗോളവൽക്കരണത്തിന് നീ ഒരു ഇരയാകട്ടെ. ഇവന്റെ ആഗോളവൽക്കരണം പൊളിച്ചേ പറ്റൂ. കാവിലമ്മേ, ശക്തി തരൂ. നടു ഒടിഞ്ഞില്ല, ഭാഗ്യം. എടാ നാൽക്കാലി പരമു, നീ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കണത്? ഇത് ഉടനെ പൊളിക്കണം. മുത്തപ്പനാണ് സത്യം. ഞാനത് പൊളിക്കില്ല. നിനക്കറിഞ്ഞൂടാ, ഇതിന് ഒരുപാട് കറണ്ടൊക്കെ ആവും. ഇതാ കണ്ടില്ലേ, കറണ്ട് ബില്ല് അടച്ച് ഊപ്പാട് വരും. വേണമെങ്കിൽ കേട്ടാ മതി. കള്ളം പറയുന്നോടാ. പുതിയ ആളവതലയം ഇടുക്കിയിൽ വന്നതോ? അതൊക്കെ നീ വിശ്വസിച്ചല്ലേ? അതൊക്കെ വോട്ട് പിടിക്കാനുള്ള ഗവൺമെന്റിന്റെ ഓരോ തന്ത്രങ്ങളല്ലേ? ഇപ്പോ ഒരുപാട് കറണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിന്റെ 4 കാലിനും കൂടി തന്നെ ഒരു ദിവസം 60 യൂണിറ്റ് വരും. അപ്പൊ ഒരു മാസം ഇപ്പൊ തന്നെ 1 ലക്ഷം കവിന്റെ കാണും. കുടുംബം പണയം വെക്കണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചു കള, അല്ലെങ്കിൽ ആത്മഹത്യയെ നിവൃത്തിയുള്ളൂ. വേഗം പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റിക്കളയാം. तेरे लिए हम हैं जिए होठों को सिए, तेरे लिए हम हैं जिए हर आंसू അയ്യോ അമ്മ, പൊളിഞ്ഞു വീഴുന്നേ. അയ്യോ. അങ്ങനെ പരമു പരലോകത്തായി. സുഗുണൻ വളരെ വിദഗ്ധമായി പരമുവിനെ പറ്റിച്ചു. വിജയശ്രീലാളിതനായ സുഗുണൻ സുഷമയും കൊണ്ട് നാട്ടിലേക്ക് പോയി. ഇതേ സമയം സുബ്രു സിമ്പിളന്റെ കഥ കഴിച്ച ശേഷം വിവരം ബോസിനെ വിളിച്ചറിയിച്ചു. വെൽ ഡൺ മൈ ബോയ്. ഞാൻ ഏൽപ്പിച്ച കൃത്യം വളരെ ഭംഗിയായി തന്നെ ചെയ്ത് താരനെ മോഹാലിസ്യപ്പെടുത്തി കളഞ്ഞു. ദ നെക്സ്റ്റ് മിഷൻ സാവിത്രിയുടെ അർജനമാണ്. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് കേസ്. യു വിൽ റിയലി എൻജോയ് ഇറ്റ്. ജയ് ചിഞ്ചോ. ജയ് ചിഞ്ചോ. പണ്ടാരം അടങ്ങായി സാവിത്രി എവിടെ പോയി കാണുമെന്തോ? ഇതിനിടയ്ക്കങ്ങനെ കാണുമോ? ഹോ, ഈ ബോസിൻ്റെ കാര്യം എന്തായാലും ആളറിയണ്ട. കണ്ണാടി വച്ചേക്കാം. കടവുളേ. അതേസമയം ആഫ്രിക്കയിൽ അന്വേഷിക്കാൻ പോയ കൊപ്രയുടെ അവസ്ഥയോ?
நல்லபடியா திருமணம் முடிஞ்சு போச்சு. இனி நீங்க எல்லாம் சௌக்கியமாய் வாழணும். டாய், பொண்டாட்டிய கூப்பிட்டு உள்ளே போ. നീ അവളുടെ പുറകെ നടന്നതൊക്കെ എനിക്കറിയാം. നീ വിഷമിക്കണ്ടടാ. പോനാൽ പോകട്ടും പോടാ. എനിക്കതിലോട്ടും വിഷമമില്ല. ഒരുത്തി പോയാൽ മറ്റൊരുത്തി. ദാറ്റ്സ് മൈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈൽ. ഏമാത്തിട്ടാ അവൾ സിംഗിൾ അല്ലടാ, ഡബിൾ. എന്താ അയാള് ഉദ്ദേശിക്കുന്നത്? ആ പെണ്ണ് ഗർഭിണിയാണെന്നാണ്. ആണോ? നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കണത്? ഒരബദ്ധം പറ്റിയതാണ്. ഇനി ഞാൻ ആവർത്തിക്കില്ല.